ഹരി ഓം. ഭാഗവത അമൃതം കുടുംബത്തിലെ എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമുക്ക് ശ്രീമദ് നാരായണീയം ദശകം 30 വാമനാവതാരം ആണ് കാണേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇവിടെ ഇന്ന് നെൽപ്പത്തൂർ ശ്രീനാരായണ ഭട്ടതിരിപ്പാട് ഇന്ന് ഭഗവാന്റെ ത്രേതായുഗത്തിലെ വാമനാവതാരം, പ്രസിദ്ധമായ വാമനാവതാരമാണ് ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയെ ചൊല്ലിക്കേൽപ്പിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം. ഇവിടെ മഹാബലി അദ്ദേഹത്തിന്റെ 3 ലോകങ്ങളുടെ വിജയം, ആ ദിഗ്വിജയങ്ങളാണ് ഇവിടെ 1-ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. ചക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു കൃതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീന സുരാം ത്രിലോകി ചക്രേ വശേസ്തവ ചക്രമുഖാതപീതഃ. ഇവിടെ പറയുന്നു, അങ്ങനെ സംയതി ചക്രേണ ഹതമപി, അങ്ങനെ മുമ്പ് അമൃത മദനമെല്ലാം കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തില് ദേവാസുരന്മാർ തമ്മിലുണ്ടായ യുദ്ധത്തില് ഈ ബലി മഹാരാജാവിനെ ഇന്ദ്രൻ വധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ശുക്രേണ ജീവിതതനു, ആ ശുക്രാചാര്യര്, അതായത് അസുര ഗുരുവായ ശുക്രാചാര്യര് അദ്ദേഹത്തിന് ആ മഹാബലിക്ക് ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞു. ജീവൻ കൊടുത്ത് ആ ദേഹത്തോടു കൂടി ആ മഹാത്മാവായ ആ മഹാബലി കൃതവർദ്ധിതോഷ്മ, യാഗങ്ങളെല്ലാം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ബലം വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് മഹാപരാക്രമിയായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാനെ അങ്ങയുടെ സുദർശന ചക്രത്തിന്റെ മുന്നിലും ഒട്ടും ഭയമില്ലാത്തവനായിട്ട്, അങ്ങ് ഭയമില്ലാത്തവനായി ആ മഹാബലി ത്രിലോകവും 3 ലോകവും പിടിച്ചടക്കിയപ്പോൾ അവിടെ നിന്നും ഭയനിലീന സുരാം ത്രിലോകി, അങ്ങനെ പേടിച്ചു ഒളിച്ചോടിപ്പോയ ദേവന്മാരോട് കൂടിയിട്ട് 3 ലോകവും പാട്ടിലാക്കി അന്നെ അധീനത്തിലാക്കിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ പറയുന്നു, എങ്ങനെയാണ് ഈ മഹാബലിയെ ജീവിപ്പിച്ചത് വെച്ചാൽ, മൃതസഞ്ജീവിനി ശുക്ര മഹർഷിയുടെ ഒരു വരദാനമായിരുന്നു. അതിന്റെ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ അത് ജീവൻ കൊടുക്കാനുള്ള ഒരു മന്ത്രമാണ്. അത് ശുക്ര മഹർഷിക്ക്, അസുര രാജാവായ ശുക്ര മഹർഷിക്ക് മാത്രമേ അറിയുള്ളൂ. അത് അദ്ദേഹം അസുര ഗുരുവായതുകൊണ്ട് അത് അസുരന്മാർക്ക് മാത്രമേ അതിനുള്ള ഗുണം കിട്ടുകയുള്ളൂ. അത് ദേവന്മാർക്ക് കിട്ടില്ല. ഈ ശുക്ര മഹർഷിക്കുള്ള ഒരു കണ്ടുപിടുത്തമാണ്, അദ്ദേഹത്തിന്റെ ഒരു വരമാണ് അത് മൃതസഞ്ജീവനി എന്ന മന്ത്രം. മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ഒരു മന്ത്രമാണത്. അങ്ങനെ ദേവാസുര യുദ്ധത്തില് ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടു ഈ മഹാബലി. അപ്പോൾ ഈ ശുക്രാചാര്യരാണ് ആ മഹാബലിക്ക് ജീവൻ കൊടുത്തത്. പിന്നീട് ആ മഹാബലി വളരെയധികം യാഗങ്ങളും എല്ലാം പൂജകളെല്ലാം ചെയ്തിട്ട് 3 ലോകവും പിടിച്ചടക്കി. അപ്പോൾ ആ ദേവന്മാരെല്ലാം പേടിച്ചു പോയി എന്ന് പറയുന്നു. 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പുത്രാപ്തി ദർശന വശാദതിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവൃതാഖ്യം സാദ്വാദശാഹമചരത്വയി ഭക്തിപൂർണ. ഇവിടെ പറയുന്നത്, അങ്ങനെ ദേവമാതാവായ അതിഥി പുത്രന്മാരുടെ, തൻ്റെ ദേവമാരായ മക്കളുടെ കഷ്ടതകൾ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. അപ്പോൾ അവര് നിജപതീന്തം കാശ്യപം ശരണം പ്രപജ്ഞ, ആ അതിഥി ദേവി തൻ്റെ ഭർത്താവായ കാശ്യപ മഹർഷിയെ കണ്ടിട്ട് തൻ്റെ ദുഃഖം അറിയിച്ചിട്ട് അവരെ ശരണം, ഇതിൽ നിന്നും ഒരു രക്ഷ നേടണം എന്ന് പറഞ്ഞ് അവരെ ശരണം ബാധിക്കുന്നു. അപ്പോൾ ആ കാശ്യപ മഹർഷി ആ അതിഥിയോട് ഉപദേശിക്കുന്ന ഒരു വ്രതമുണ്ട്. അത് പ്രസിദ്ധമായ ഒരു വ്രതമാണ് പയോവ്രതം എന്ന പേരായ ഒരു വ്രതം. ഇത് ഭഗവാനെ അങ്ങയെ ആരാധിക്കാനാണല്ലോ, അങ്ങയെ ഭജനം 12 ദിവസം അങ്ങയെ വളരെ ഭക്തിയോട് കൂടിയിട്ട്, ഒരു ദിവസം പോലും മുടങ്ങാതെ വളരെ ഭക്തിയോട് കൂടിയിട്ട്
അങ്ങേ ഭക്തിയോട് ഭജനമിരിക്കുന്നതാണ് ഈ പയോവ്രതം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഉത്തമ സന്താന ലബ്ധിക്ക് കൂടി ഈ വ്രതം വളരെയധികം വിശേഷമാണെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തസ്യാവതൗ ത്വയി നിലീനമതേരമുഷ്യാഹ ശ്യാമചതുർഭുജ ബഭു സ്വയമാവിരാസീഃ നമ്രാഞ്ജതാമിഹ ഭവേത്തനയോ ഭവേയം ഗോഭ്യം മതീക്ഷണമിതി പ്രലപന്നയാസിഃ. ഇവിടെ പറയുന്നു, തസ്യ അവത്തൊയി നിലീനമതേ അമുഷ്യ. അങ്ങനെ വ്രതം അവസാനിക്കുമ്പോൾ ഭഗവാനെ അങ്ങയിൽ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ആ അതിഥിയുടെ മുന്നിൽ ശ്യാമ ചതുർഭുജ ബഭും തും സ്വയം മാവിരാശി, ശ്യാമവർണ്ണനും ചതുർബാഹുവുമായിട്ട് ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് പ്രത്യക്ഷനായല്ലോ എന്ന് ഭട്ടേരി പറയുന്നു. ഇഹ നമ്രാം ത്വജം. അങ്ങനെ ആ അതിഥി അങ്ങയുടെ തൃപ്പാദങ്ങളില് നമസ്കരിക്കുന്നു. അപ്പോൾ ആ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് പറയുന്നു, ഞാൻ ഭവത്തനയ ഭവേയും മതീക്ഷണം ഗോപ്യം ഇതി പ്രലപന്നയാസി. പറയുന്നു, ആ അതിഥി ദേവിയോട് ഭഗവാൻ ഗുരുവായൂരപ്പൻ പറയുന്നു, ഞാൻ തന്നെ അങ്ങയുടെ പുത്രൻ ഭവതിയുടെ പുത്രനായിട്ട് അവതരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഈ ദർശനം ആരും, ഞാൻ ഇപ്പോൾ തരുന്ന ഈ ദർശനം ആരും അറിയരുത് എന്ന് അരുളി ചെയ്തിട്ട് ഭഗവാൻ മറഞ്ഞു. ഭഗവാനെ അങ്ങ് മറഞ്ഞുവല്ലോ ഗുരുവായൂരപ്പ എന്ന് ഗുരുവായൂരപ്പനോട് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറയുന്നു. നാലാമത്തെ ശ്ലോകം പറയുന്നു, ത്വം കാശ്യപേ തപസി സന്നിധതഥാനി പ്രാപ്തോസി ഗർഭമതിദേ പ്രണതോ വിധാത്ര പ്രാസൂതചപ്രകട വൈഷ്ണവ ദിവ്യരൂപം സാധ്വാദശീ സവണ പുണ്യദിനേ ഭവന്തം. ഇവിടെ പറയുന്നു, പിന്നീട് ഭഗവാനെ അങ്ങയുടെ തപോനിഷ്ഠനായ ആ തപസ് വളരെയധികം നല്ലപോലെ തപസ് ചെയ്ത കാശ്യപന്റെ ആ വീര്യത്തിൽ സന്നിധാനം ചെയ്തിട്ടുകൊണ്ട് ഭഗവാൻ അങ്ങ് അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചുവല്ലോ. അതിഥേ ഗർഭം പ്രാപ്ത അസി. അങ്ങനെ അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചിട്ട് വിധാത്രാപ്രണുത, ബ്രഹ്മാവ് വിധാത്ര എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഇതറിഞ്ഞിട്ട് അങ്ങയെ വളരെയധികം കീർത്തിച്ചുവല്ലോ ഭഗവാനെ എന്ന് പറയുന്നു. പ്രകട വൈഷ്ണവ ദിവ്യരൂപം ഭവന്തം. അങ്ങനെ അങ്ങയുടെ ദിവ്യമായ വൈഷ്ണവ രൂപം വ്യക്തമായി പ്രകാശിക്കുന്ന ഭഗവാനെ അങ്ങ് ദ്വാദശിയും തിരുവോണവും കൂടിയ പുണ്യദിനത്തില് ആ അതിഥി മാതാവ് പ്രസവിക്കുകയും ചെയ്തുവല്ലോ. തിരുവോണവും ദ്വാദശിയും കൂടിയ ഒരു പുണ്യദിനത്തിലാണ് ആ അതിഥി പ്രസവിച്ചത്, ഒരു ഉണ്ണിയെ പ്രസവിച്ചു എന്ന് പറയുന്നു. അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പുണ്യാശ്രമം തമവിപശ്ചതി പുഷ്പവർഷൈഃ ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലീം ജയ ജയേതിനുത പൃഥിവ്യാം തം തക്ഷണേ വടുതമം വടുരൂപമാദാഹം. ഇവിടെ പറയുന്നു, സുരകുലേ ഹർഷാകുലെ, അങ്ങനെ ദേവഗണങ്ങളെല്ലാം, സുരകുലെ എന്ന് പറയുമ്പോൾ ദേവന്മാരാണ്. അങ്ങനെ ദേവന്മാരെല്ലാം വളരെയധികം സന്തോഷപരവശരായിട്ട് കൃതദുര്യഘോഷേ, വളരെയധികം സന്തോഷിച്ചുകൊണ്ട് ചെണ്ടയും കൊട്ടി ചെണ്ടാമേളം എന്നിവയോടുകൂടി മുഴക്കിക്കൊണ്ട് പുഷ്പവർഷേ തം പുണ്യാശ്രമം അഭിവർഷതി, ആ ആശ്രമത്തില്, ആ പുണ്യമായ ആ ഭഗവാൻ ജനിച്ച ആശ്രമത്തില് പുഷ്പവൃഷ്ടി നടത്തിയല്ലോ. അപ്പോൾ അഞ്ജലിയും ബദ്ധ്വ, അങ്ങനെ അവർ തൊഴുതുകൊണ്ട്, ആ ദേവന്മാരെല്ലാം തൊഴുതുകൊണ്ട് ഭഗവാനെ അങ്ങ് ജയിച്ചാലും എന്ന് ആ മാതാപിതാക്കളും എല്ലാവരും കൂടിയിട്ട് സ്തുതി ചെയ്തു എന്ന് പറയുന്നു. തൽക്ഷണേ വടുതമം വടുരൂപമാതാ. ഇവിടെ പറയുന്നു, അപ്പോൾ തന്നെ തൽക്ഷണം തന്നെ ആ സമർത്ഥമായ ഒരു വടുവേഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി, ഒരു ബ്രാഹ്മണ വേഷത്തെ അങ്ങ് കൈക്കൊണ്ടുവല്ലോ എന്ന് ഭട്ടേരി പറയുന്നു. അതായത് ഒരു ബ്രാഹ്മണ കുട്ടിയായിട്ട് അങ്ങ്
അപ്പോൾ തന്നെ വേഷം മാറിയല്ലോ, സമർത്ഥമായിട്ടൊരു വേഷം മാറിയല്ലോ എന്ന് പറയും. വടുതമം വടുരൂപമാത. വടുരൂപം എന്താന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണ കുട്ടിയുടെ രൂപത്തെ അങ്ങ് സ്വീകരിച്ചുവല്ലോ എന്ന് പറയുന്നു. ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, താവത് പ്രജാപതി മുഖേറുപനീയ മൗഞ്ചി ദണ്ഡാചിനാക്ഷ വലയാതിവിറത്യമാനക വേദീപ്യമാന ബപുരീശ കൃതാഗ്നി കാര്യ ത്വം പ്രാസ്ഥിത ബലിഗ്രഹം പ്രകൃതാശ്വമേധം. ഇവിടെ പറയുന്നു, അലയോ സർവേശ്വര. അപ്പോൾ ആ കാശിപൻ തുടങ്ങിയ മുതലായവരെ, കാശിപനെ അങ്ങനെയുള്ള മഹർഷിമാരെല്ലാവരും കൂടിയിട്ട് ആ ഉണ്ണിയെ ഉപനയനം നടത്തി. അതായത് ഈ ബ്രാഹ്മണന്മാർക്ക് ഒരു പ്രായമാകുമ്പോൾ പൂണൂൽ ചടങ്ങ് പറയും, ഉപനയനം. അങ്ങനെ ഉപനയനം നടത്തിയിട്ട് ആ ഉണ്ണിക്ക് ദണ്ഡം, കൃഷ്ണാജീനം, അച്ചമാല, അതായത് ഇവിടെ പറയുന്നത് ജപമാല, പിന്നെ കമണ്ടലു, അങ്ങനെയുള്ള ആ ഒരു ബ്രാഹ്മണ കുട്ടിക്ക് യോജിക്കുന്ന വിധത്തിലുള്ള ആ സാധനങ്ങൾ അങ്ങനെയുള്ളതെല്ലാം അങ്ങ് അവിടുന്ന് കൊടുത്തിട്ട് ഉജ്ജ്വല അങ്ങനെ അതെല്ലാം നൽകിയപ്പോൾ ഉജ്ജ്വല തേജസ്വിയായിട്ട് അഗ്നിപൂജ ചെയ്തിട്ട്, അതായത് സമിധാനം എന്ന് പറയും ആ പൂജയ്ക്ക്, ബ്രാഹ്മണന്മാർക്ക് ചെയ്യുന്ന ആ പൂണൂൽ കർമ്മം, ഉപനയനം എന്നൊക്കെയാണ് പറയുക. ആ കർമ്മമെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അങ്ങ് അശ്വമേധയാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാബലിയുടെ യാഗശാലയിലേക്ക് ആ ബ്രാഹ്മണ കുട്ടി പുറപ്പെട്ടു എന്ന് പറയുന്നു. ബലിഗ്രഹം പ്രാർത്ഥിത. അങ്ങ് ആ മഹാബലിയുടെ യാഗശാലയിലേക്ക് യാത്ര പുറപ്പെട്ടില്ലേ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ആ ഉണ്ണി പടുരൂപം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉപനയനമെല്ലാം മഹർഷീശ്വരന്മാരെല്ലാം ചെയ്ത് അവർക്ക് അക്ഷമാല, ജപമാല, ദണ്ഡം, കൃഷ്ണജീനം തുടങ്ങിയവയെല്ലാം നൽകിയിട്ട്, അപ്പോൾ അങ്ങനെ നൽകിയപ്പോൾ ആ ഉണ്ണി വളരെയധികം തേജസ്വിയായിട്ട് അഗ്നിപൂജയെല്ലാം ചെയ്തിട്ട് ആ ഉണ്ണി അവിടെ നിന്നും മഹാബലി അവിടെ യാഗം ചെയ്തുകൊണ്ടിരിക്കുക, പ്രസിദ്ധമായി യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യാഗശാലയിലേക്ക് ആ ഉണ്ണി യാത്ര പുറപ്പെട്ടു എന്ന് പറയുന്നു. ഏഴാമത്തെ ശ്ലോകം പറയുന്നു, ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാവൃണ്ണദേവ ധരണി ചലയന്നയാസീഹി ഛത്രം പരോഷ്മതിരണാപ്തം ഇവാ ദധാനോ ദണ്ഡം ജദാനവ ജനീതിത സന്നിധാതും. ഇവിടെ പറയുന്നു, ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭാവി മഹി മോചിത ഗൗരവം, ഇങ്ങനെ വരാനിരിക്കുന്ന ആ മഹത്വത്തിന് യോജിച്ച ആ ഗൗരവത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്റെ ശരീരം തന്നെ ഭൂമി കുലുക്കിക്കൊണ്ട് ആ ശത്രുക്കളുടെ യാഗശാലയിലേക്ക് ആ ചൂടിനെ വകവെക്കാതെ തോന്നുമാറ് ഒരു ഓലക്കുടയും, അത് ബ്രാഹ്മണന്മാർ ഒരു കുടയും എടുത്തിട്ടുണ്ട്, ഈ ഉണ്ണി കുടയും കൊടുത്തിട്ടുണ്ട്. ആ കുടയും എടുത്തുകൊണ്ട് അസുരന്മാർക്ക് പ്രയോഗിപ്പാൻ എന്ന വിധം ഒരു ദണ്ഡ അവർക്ക് വേണ്ടി അവരുടെ ശത്രുക്കൾക്ക് പ്രയോഗിക്കാനുള്ള ഒരു ദണ്ഡവും എടുത്തിട്ട് ഭഗവാനെ ആദദാനത്വം അയാസി എടുത്തുകൊണ്ട് അങ്ങ് അവിടെ നിന്നും ആ യാഗശാലയിലേക്ക് പുറപ്പെട്ടുപോലോ എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു, ഭഗവാന്റെ മുന്നിലെ എതിരാളികൾ നിസാരന്മാരല്ല, വിജയം സുനിശ്ചിതമാണെന്നും ഇവിടെ വെളിപ്പെടുത്തുന്നു, ഭട്ടേരി വെളിപ്പെടുത്തുന്നു. എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ത്വാം നർമ്മദോ തരതടേ ഹയമേധശാലാം ആസേ ദുഷിത്വരുജാതവരുദ്രനേത്രൈഹി ഭാസ്വാൻ കിമേഷദഹനോനു സനൽകുമാരു യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ. ഇവിടെ പറയുന്നു, ഭഗവാന് അങ്ങ് ആ നർമ്മദാ നദിയുടെ വടക്കേ തീരത്തുള്ള ആ അശ്വമേധശാലയിലേക്ക് അങ്ങോട്ട് അടുത്തു ചെന്നപ്പോൾ അവിടുത്തെ തേജസ് കൊണ്ട്, ഭഗവാനെ അങ്ങയുടെ തേജസ് കൊണ്ട് കണ്ണഞ്ചിപ്പോയ ആ ശുക്രാചാര്യര് പറഞ്ഞു, ഇദ്ദേഹം ആരാണ് എന്ന്. അഗ്നിദേവനാണോ, സൂര്യനാണോ, അതോ യോഗിയായ സനൽകുമാരനാണോ, ആരാണ് ഇദ്ദേഹം, ഈ ബ്രാഹ്മണകുമാരൻ എന്ന് സംശയിച്ചു പോയിത്രേ. തവ രൂപ രുദ്രനേത്രേ ശുക്രമുഖൈ. അവിടുത്തെ ഭഗവാൻ അങ്ങയുടെ തേജസ് കണ്ടിട്ട്
ആ കണ്ണിലെ ആ പ്രകാശം കണ്ടിട്ട് ശുക്രാചാര്യ മുതലായവര് ഇദ്ദേഹം ആരാണ് എന്ന് കിം കിം ദഹനാനു ഇദ്ദേഹം ആരാണ്, യേശ ബാസ്വാൻ ആരാണ് എന്ന് ചോദിച്ചിട്ട് അങ്ങ് ആ ശുക്രാചാര്യര് ഇതി ശശങ്കേ അങ്ങ് സംശയിച്ചു പോയല്ലോ എന്ന് പറയുന്നു. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആനീതമാശു ഭൃഗ്വിർമഹസാഭിഭൂതൈഃ ത്വാം രമ്യരൂപമസുരപുളകാവൃതാംഗഃ ഭക്ത്യാ സമേത്യ സുഹൃതി പരിനിജ്യ പാദോ തത്തോയമന്നധൃതമൂർധനി തീർത്ഥതീർത്ഥം. ഇവിടെ പറയുന്നു, അങ്ങനെ മഹസ അഭിഭൂതൈ ഭൃഗുഭി ആശു അനീതം, അങ്ങനെ ഉജ്ജ്വലമായ തേജസ്സിന് അടിമകളായ ആ ഭൃഗുക്കൾ ക്ഷണത്തിലായിട്ട് വളരെ പെട്ടെന്ന് ആ ഉണ്ണിയെ എതിരേറ്റു, രമ്യരൂപം എതിരേറ്റു കൊണ്ടുവന്നിട്ട്, സുന്ദരനായ ആ ഭഗവാൻ എതിരേറ്റു കൊണ്ടുവന്നിട്ട് ആ പുണ്യശാലിയായ അസുരൻ മഹാബലി സുഹൃതി അസുര പുളകാവൃതാംഗ ആ ഭക്തിയ സമയത്ത് അങ്ങനെ പുണ്യശാലിയായ ആ അസുരൻ മഹാബലി ആ ഭഗവാനെ കണ്ടതുകൊണ്ടും ദർശനം കിട്ടിയ മഹാബലി വളരെയധികം പുണ്യവാനാണ് അത്ര. ആ പുണ്യശാലിയായ അസുരൻ വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് ആ ബ്രാഹ്മണ കുമാരനായ ആ ഭഗവാനെ അങ്ങയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പാദവും പരിണിച്ച് തീർത്ഥം കാലെല്ലാം കഴുകിച്ച് ആ തീർത്ഥങ്ങളെ എല്ലാ തീർത്ഥങ്ങളെയും ശുദ്ധീകരിക്കാൻ പോന്ന അങ്ങയുടെ പാദം കഴുകി ആ തീർത്ഥത്തെ തന്റെ ശിരസിൽ ധരിച്ചുവല്ലോ എന്ന് പറയുന്നു. തീർത്ഥം തത്തോയം മൂർധനി അന്യതുത തീർത്ഥ എല്ലാ തീർത്ഥങ്ങളിലും വെച്ചും ശുദ്ധീകരിക്കാൻ പോകുന്ന അങ്ങയുടെ പാദം കഴുകിയ ആ ജലത്തെ ആ അസുര രാജാവ് മഹാബലി തന്റെ ശിരസിൽ ധരിച്ചുവല്ലോ. ഇവിടെ പറയുന്നത് മഹാബലി ഒരു അസുരനായിരുന്നിട്ടും അത്രയ്ക്കും അദ്ദേഹം പുണ്യം ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഭഗവാന്റെ പാദം കഴുകാനും ആ തീർത്ഥത്തെ കഴുകിയ ആ തീർത്ഥത്തെ തന്റെ ശിരസിൽ ധരിക്കാനും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായത് എന്ന് ഭട്ടേരി പറയുന്നു. പിന്നെ 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പ്ലഹാദവം ചതയാ കൃതുബർദിജേഷു വിശ്വാസതോനു തദിദം വിദിതോ ദിദിജോപിലേപേ യത്തേ പദാംബുഗ്രശസ്യ ചിരോപിലാല്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേതാക. പറയുന്നു, ഭഗവാനെ ഏതൊരു പാദതീർത്ഥം ശ്രീ പരമേശ്വരൻ തന്റെ ശിരസിലേറ്റ് ഉപചരിക്കുന്നുവോ ഭഗവാനെ, ഏതൊരു പാദതീർത്ഥം ഭഗവാനെ ഏതൊരു പാദതീർത്ഥത്തെയാണ് ശ്രീ പരമേശ്വരൻ മഹാദേവൻ തന്റെ ശിരസില് ഉപചരിക്കുന്നുവോ ആ പാദതീർത്ഥത്തെ ഒരു അസുരനായിട്ട് കൂടി ഈ മഹാബലിക്ക് അത് ചെയ്യുവാൻ സാധിച്ചുവല്ലോ, തീർത്ഥം തെളിക്കുവാൻ സാധിച്ചുവല്ലോ. അതായത് ഇവിടെ പറയുന്ന പ്രഹ്ലാദ വംശജതയ പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്നത് കൊണ്ടാണോ, അതോ കൃതുബി വളരെയധികം യാഗങ്ങൾ ചെയ്തത് കൊണ്ടാണോ, അതോ ബ്രാഹ്മണന്മാരെ തികഞ്ഞ ആ വളരെ ഭക്തിയോടുകൂടി സേവിക്കുന്നത് കൊണ്ടാണോ എന്തോ എന്നറിയില്ല ഭഗവാനെ. ഭട്ടേരി പറയുന്നു, ഹേ വിഭോ ഗുരുപുരാലയ അല്ലേ ഈ ഗുരു അങ്ങനെ ഗുരുപുരാലയ വിഭുവായ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള ഭഗവാനെ സത്വം മാ പാലയേത അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ഭട്ടേരി ആ ഗുരുവായൂരപ്പൻ വാമനാവതാരം എടുത്ത ആ ഗുരുവായൂരപ്പനോട് വളരെ അധികം ഭക്തിയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കിനി ആ ദശകം ഒന്ന് നമുക്ക് പാരായണം ചെയ്യാം. വാമനാവതാരം. ചക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു കൃതുവർദ്ധിതോഷ്മ വിഭ്രാന്തിമൻഭയ നിലീന സുരാം ത്രിലോകീം ചക്രേ വശേസ്തവ ചക്രമുഖാദപീതഃ പുത്രാർത്തിദർശന വശാത് അതിഥീർവിഷണ്ണ തം കാശ്യപം നിജപതിം ചരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവൃതാഖ്യം സാധ്വാദശാകമത്യതത്വയി ഭക്തിപൂർണ തസ്യാവതൗ ത്വയി നിലീനമതേരമുഷ്യാക ശ്യാമചതുർഭുജ ബഭുസ്ത്വയമാവിരാസീഹി നമ്രാം ചതാമിക ഭവത്തനയോ ഭവേയം ഗോഭ്യം മദീത്യണമിതി പ്രലഭന്നയാസീഹി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
തം കാശ്യപേ തപസി സന്നിധതധാനി പ്രാപ്തോസി ഗർഭമതിതേ പ്രണതോ വിധാത്ര പ്രാസൂതജ പ്രകട വൈഷ്ണവ ദിവ്യരൂപം സ്വാധാദശി സവണ പുണ്യദിനേ ഭവന്തം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. പുണ്യാശ്രമം തം അഭിവർഷതി പുഷ്പവർഷേത് ഹർഷാകുലേ സുരകുലേ ഘൃതദൂര്യഘോഷേ ബദ്ധ്വാഞ്ജലീം ജയ ജയേതി നുദാ പ്രദഭ്യം തം തക്ഷണേ വടുതമം വടുരൂപമാദാക. താവത് പ്രജാപതി മുഖേരുപനീയമൗഞ്ചി ദണ്ഡാജിനാച്ച വലയാദിഭിർമത്യമാനഃ വേജീപ്യമാന ബപുരീശ കൃതാഗ്നികാര്യാഃ ത്വം പ്രാസ്ഥിതാ ബലിഗ്രഹം പ്രകൃതാശ്വമേധം ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാക് വാവൃണ്ണദേവ ധരണീ ചലയന്നയാസീഃ ഛത്രം പരോഷ്മതിരണാർത്ഥം ഇവാദധാനോ ദണ്ഡം ച ദാനവജനീചിത സന്നിധാതും നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസൈദുഷിത്വൈരുഷാ തവ രുദ്രനേത്രൈഃ ഭാസ്വാൻ കിയേഷ ദഹനോനു സനൽകുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ ആനീതുമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈഃ ത്വാം രമ്യരൂപമസുരപ്പുളകാവൃതാംഗഃ ഭക്ത്യാ സമേത സുഹൃദീപനിനിജ്യപാദോ തത്തോയമന്നധൃതമൂർധനി തീർത്ഥതീർത്ഥം പ്രഹ്ലാദവം ച ജതയാ ക്രതുഭിർദിജേഷു വിശ്വാസതോനു തദിദം ദിദിജോഭിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ചിരാഭിലാല്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേതാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ ഈ പാരായണം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭഗവാനെ ആ ഭട്ടേരെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണേ ഭഗവാനെ. ഗുരുവായൂരപ്പ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയ ബുദ്ധ്യാത്മനാ പ്രകൃതേ സ്വഭാവാത് കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ.